ഹലോ, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഫയൽ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്നത്. അതിനായി നമ്മൾ ഇതേപോലെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക, ഫയലിംഗ് എടുക്കുക, അതിനകത്ത് ഡോക്യുമെൻറ്റ് ഫയലിംഗ് എടുക്കുക. അതായത് നമ്മൾ ഡിസ്ട്രിക്ട് കോഡ് കൊടുക്കുക, എറണാകുളം, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ അത്, ഏതാണോ നമ്മുടെ കേസ് എന്ന് വെച്ചാൽ കേസ്, അത് കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം. ഓൾറെഡി ഉള്ളൊരു കേസിനകത്ത് അതിൻ്റെ പത്രികയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സെറ്റ് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എസ് കൊടുത്തു കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് കോടതി ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് താഴെ നമ്മൾ നമ്മുടെ കേസ് നമ്പർ അല്ലെങ്കിൽ ഫയലിംഗ് നമ്പർ, കേസ് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അത്, കേസ് നമ്പർ, അതുപോലെ വർഷം എന്നിവ കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് അവിടെ കാണിക്കും. നമുക്ക് താഴെ അപ്ലൈ ഡോക്യുമെൻറ്റ് ഫയലിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് പാർട്ടീസ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ പാർട്ടീസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സൈഡിലുള്ള സെറ്റ് ഫോർ മെയിൻ പാർട്ടി എന്നുള്ളത് കൊടുത്ത ശേഷം പാർട്ടി ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ കൊടുക്കണം. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ അടിച്ചു കൊടുക്കുമ്പോൾ ഡോക്യുമെൻറ്റ് ടൈപ്പിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് തന്നെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ഡോക്യുമെൻറ്റ് ഡിസ്ക്രിപ്ഷനിലും സെയിം സാധനം തന്നെ കൊടുത്താലും മതി. ഇനി അതല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽഡ് ബൈ ഇന്ന ഡിഫൻഡൻ്റ് ആണെങ്കിൽ അത് എന്നും പറഞ്ഞുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ എവിടെയാണോ അത് സ്കാൻ ചെയ്ത് സേവ് ചെയ്ത് PDF ആക്കി ഇട്ടേക്കുന്നത് അത് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന സാധനം കാണാൻ സാധിക്കും. അതിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വ്യൂവ്, എഡിറ്റ്, ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫയലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ലോക്ക് ചെയ്ത് കളയും. അതിനുശേഷം നമുക്ക് അതിനകത്ത് തന്നെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഇടാനുണ്ട്. അപ്പോൾ സെയിം ഇതിൻ്റെ ഒപ്പം തന്നെ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഇടാനാണെങ്കിൽ നമ്മളിപ്പോൾ അതിനകത്തൊരു IAക്കുള്ള കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കൊടുക്കുക. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ഓരോന്നിനും ശേഷം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് പേയ്മെൻറ്റ് ഇല്ല. നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കൗണ്ടർ ഓഫ് റേറ്റും ഒക്കെ ചെയ്യുന്നതിന് പിന്നീട് വരുന്നതെന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, ഇൻഡെക്സ് പേജ്. അപ്പോൾ നമ്മൾ സേവ് കൊടുക്കുക. സേവ് ഇൻഡെക്സ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ സേവ്ഡ് എന്നുള്ള എഴുതി കാണിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡോക്കറ്റാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ലിസ്റ്റിൻ്റെ വരും. ഡോക്യുമെൻറ്റ് ലിസ്റ്റാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഡോക്യുമെൻറ്റ് ലിസ്റ്റിൽ നമ്മളത് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ച് പോവുക. അതെല്ലാം പക്ഷേ അപ്ഡേറ്റ് കൊടുക്കണം കേട്ടോ, സേവ് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഡോക്കറ്റ് ഡീറ്റെയിൽസ് വന്നു. ഡോക്കറ്റ് ഇതേപോലെ തന്നെ നമ്മൾ സേവ് ഡോക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫൈനലി നമുക്ക് എന്തെങ്കിലും അവിടെ റിമാർക്ക് വല്ലതും കൊടുക്കാണ്ടെങ്കിൽ അത്, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റ് കേസ് ഫയൽ എന്ന് പറഞ്ഞത് പ്രിവ്യൂ നോക്കാം, എല്ലാ സാധനം കയറിപ്പോയിട്ടുണ്ടോ എന്നുള്ള. പിന്നെ ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും OTP വന്നു. അത് നമ്മൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു നമ്പർ വരും. ആ നമ്പർ നമ്മൾ എഴുതിയ ശേഷം നമ്മളത് ഫിസിക്കൽ കൊണ്ട് ഫയൽ ചെയ്യുക. ഫയൽഡ് ആയോ എന്നുള്ളത് നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. താങ്ക്